നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് മറക്കുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പണ്ട് ചെയ്തു പോയ തെറ്റുകളോട് സ്വയം ക്ഷമിക്കുക എന്നതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏറ്റവും അവസാനം നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സമാധാനമായിരിക്കുക. സമാധാനം. ആ സമാധാനം കണ്ടെത്താൻ നമ്മുടെ പഴയ ഓർമ്മകളെ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെ വിട്ടുകളയും? അത് വിട്ടുകളഞ്ഞ് മതിയാകൂ. എങ്ങനെ അത് സാധ്യമാകും? നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെ കണ്ടെത്താൻ എന്താണ് മാർഗം? എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും അതേക്കുറിച്ച് സങ്കടപ്പെടുന്നതും ഒരു കരയിൽ വഞ്ചി തുഴയുന്നതിന് തുല്യമാണ്. ഒരു വഞ്ചിയുടെ ആവശ്യം വരുന്നത് വെള്ളത്തിലാണ്. എന്നാൽ നിങ്ങൾ അതേ വഞ്ചി ഒരു കരയിൽ തുഴയാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം അതും കൊണ്ടു ചെന്നാൽ എന്തായിരിക്കും ഫലം? തീർച്ചയായും അത് നിങ്ങൾക്കൊരു ഭാരമായി അനുഭവപ്പെട്ടു തുടങ്ങും. അതിൻ്റെ ഭാരം വലിക്കും തോറും നിങ്ങളെ അത് വേദനിപ്പിക്കും. മാത്രമല്ല, അതിന് നിങ്ങൾ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിൽ യാതൊരു പ്രാധാന്യവുമില്ല, ഉപകാരവുമില്ല. എങ്ങനെയാണോ നിങ്ങളൊരു വഞ്ചി കരയിലൂടെ കൊണ്ടുപോകുന്നത്, അതുപോലെയാണ് നിങ്ങളുടെ പഴയകാല ഓർമ്മകളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. ആ ചിന്തകൾ കൊണ്ട് യാതൊരു ഗുണവുമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് ദോഷമായി തോന്നും നിങ്ങൾ നിങ്ങളുടെ പഴയ ഓർമ്മകളെ എല്ലായിടത്തും ചുമക്കുകയാണെന്ന്. എന്നാൽ അതിനെ കൊണ്ടു നടക്കും തോറും അത് നിങ്ങളെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് തന്നെ ക്ഷമിക്കുക എന്നതാണ്. നമ്മുടെ പഴയ ഓർമ്മകളെ വിട്ടുകളയുക. നിങ്ങൾക്കതിനായി ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനതിനെക്കുറിച്ച് സംസാരിക്കാം. അതിലാദ്യത്തെ കാര്യം ഒരു തിരിച്ചറിവാണ്. ഈ ഭൂമിയിൽ എല്ലാം നമ്മളുടെ നിയന്ത്രണത്തിലല്ല എന്ന് സ്വയം തിരിച്ചറിയുക. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ അവയെ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. നിങ്ങളെക്കൊണ്ടെന്നല്ല, ഒരു വ്യക്തിക്കും അത് സാധ്യമല്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പലതിനെയും പരിപൂർണമായി നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരിക്കലും വരില്ല. എന്നാൽ അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അതുകൊണ്ടാണല്ലോ മനുഷ്യന്മാരെന്ന് പറയുന്നത്. പല കാര്യങ്ങളും നമ്മളുടെ നിയന്ത്രണത്തിന് പുറത്താണെന്ന് സ്വയം വിശ്വസിച്ചേ മതിയാകും. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ പരിഗണിക്കുന്നു, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നു, എങ്ങനെ നിങ്ങളോട് പെരുമാറുന്നു, ഈ കാര്യങ്ങളിലൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതൊന്നും നമ്മളുടെ നിയന്ത്രണത്തിലുള്ളതല്ല. കാരണം അതെല്ലാം നമുക്ക് അതീതമാണ്. ഇതാണ് സത്യമെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആ നിമിഷം നിങ്ങൾ തിരിച്ചറിയും, ഇതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ എന്തിനാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഭയപ്പെടണം? ഞാൻ എന്തിനത് ക്യാരി ചെയ്യണം? ആ നിമിഷം മുതൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യില്ല. ഇതാണ് നിങ്ങൾക്കുണ്ടാകേണ്ട ആദ്യത്തെ തിരിച്ചറിവ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാനാണ് ചെലവഴിക്കുന്നത്. എന്നാൽ അവ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമാണ് എന്ന കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന സത്യം സ്വയം അംഗീകരിക്കുക. അടുത്ത കാര്യം നിങ്ങളെ ഒരുപക്ഷെ അതിശയിപ്പിച്ചേക്കാം. കുറേ ആളുകൾ എന്നോട് പറയാറുണ്ട്, ഞാൻ പഴയ കാര്യങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണെന്ന്. എന്നാൽ ഞാൻ പറയും, നിങ്ങൾ ഒരിക്കലും അത് മറക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പോയ കാര്യങ്ങളെ മറക്കാൻ ശ്രമിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ സമയവും കളയരുത്. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതിരിക്കുക. പറ്റുന്നത്ര സമയം അതിനെ അവഗണിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളൊരു കാര്യത്തെ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ സ്വമേധയാ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെപ്പോൾ സംഭവിക്കുമെന്നത് എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധിക്കില്ല. കാരണം ആ ഓർമ്മയുടെ ആഴവും വ്യാപ്തിയും ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. സമയമെടുത്ത് മാത്രമേ അത് മാറുകയുള്ളൂ. ഒരു മുറിവുണങ്ങുന്നത് എത്ര സാവധാനമാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യവും പഴയ ഓർമ്മകളെ ശ്രദ്ധിക്കാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക, അതുപോലെ തന്നെ പരിഗണിക്കാതിരിക്കുക. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച ഏറ്റവും മോശം കാര്യം അതായിരുന്നു എന്നെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും മനസ്സിൽ ഇടം പിടിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും മനസ്സിലിങ്ങനെ തളം കെട്ടി നിന്ന് നമ്മളെക്കൊണ്ട് നമ്മളല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്.
നിങ്ങളൊരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും തോറും അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കും. ഇത് ശ്രീബുദ്ധൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, നമ്മളിലേക്ക് വരുന്ന ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക, അവോയ്ഡ് ചെയ്യുക. കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം അത് ഓരോരുത്തരുടെ ആഴവും പരപ്പും അനുസരിച്ചിരിക്കും. നമ്മൾ ആദ്യം സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക. നമുക്കുള്ളിലെ ചിന്തകൾ മാത്രമാണെന്നൊരു സ്വയം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക. മോശമായ ഓർമ്മകൾക്കൊപ്പം ഒരുപാട് നല്ല ഓർമ്മകളും നമുക്കുണ്ടായിരിക്കും. അത് നമ്മളുടെ ചിന്തകളിൽ തന്നെയാണ്. എന്നാൽ അവ തമ്മിലുള്ള വ്യത്യാസം എന്നാൽ ഒന്ന് നമ്മളെ വേദനിപ്പിക്കുന്നു, മറ്റൊന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ഒന്ന് വേദനിപ്പിക്കുന്നു, മറ്റൊന്ന് സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ ചിന്തകളോടുള്ള കാഴ്ചപ്പാട് മാറേണ്ടിയിരിക്കുന്നു. നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മുടെ പഴയ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവയെ ചിന്തകളായി മാത്രം കാണുക, അവഗണിക്കുക. അങ്ങനെ വരുമ്പോൾ പതിയെ പതിയെ അവ നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു തുടങ്ങും. എൻ്റെ മനസ്സിനെ സുഖപ്പെടുത്തുവാൻ എനിക്ക് കുറച്ച് സമയം ആവശ്യമായി വരും. എന്നാൽ അതിനെ സുഖപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കും എന്ന വിശ്വാസം നിങ്ങളിൽ വളർത്തിയെടുക്കുക.